ഉമ്മ എന്ന സ്നേഹം മണ്ണോട് ചേരുമ്പോൾ പള്ളിക്കാടിന് വിളിപ്പാടകലെ ആ വീട്ടിൽ 3 വയസ്സുകാരിയുണ്ട്. വേർപാടിന്റെ ആഴമറിയാതെ അവളെ ചേർത്ത് വിതുമ്പുന്ന ഷിബിലയുടെ സഹോദരിയും. കരിക്കുളം മദ്രസ ഹാളിലെ ബെഞ്ചിൽ വെള്ള പുതച്ചു കിടന്ന ഷിബിലയെ കണ്ട് കണ്ണീർ വാർത്തവർ വിതുമ്പലോടെ പറയുന്നുണ്ടായിരുന്നു കഴുത്തറുത്ത യാസിറിനോട് ഷിബിലയ്ക്കുണ്ടായിരുന്ന പ്രണയത്തെക്കുറിച്ച്. സ്കൂളിൽ പഠിക്കുന്ന കാലത്താണ് അയൽവീട്ടുകാരനായ യാസിറുമായി ഷിബില അടുപ്പത്തിലായത്. ഇരു വീട്ടുകാരുടെയും കടുത്ത എതിർപ്പ്. 18-ാമത്തെ വയസ്സിൽ ഒരുമിച്ച് ജീവിക്കാൻ അനുവദിക്കണമെന്നാവശ്യപ്പെട്ട് കോടതിയിൽ നിന്നും ഷിബില ഇറങ്ങി. യാസിറിന്റെ കൈപിടിച്ചു. പക്ഷേ കൊതിച്ചതൊന്നുമായിരുന്നില്ല പിന്നീടുള്ള ജീവിതം. യാസിറിന്റെ ലഹരി ഉപയോഗം സ്വപ്നങ്ങൾ തകർത്തു. സാമ്പത്തിക ബാധ്യതകൾ കൂടിയായതോടെ പ്രതിസന്ധി കൂടി. വാടക വീടുകൾ പലതവണ മാറി. ഉപദ്രവം സഹിക്കവയ്യാതെ 4 വർഷം മുൻപ് ഇറങ്ങിപ്പോയ വീട്ടിലേക്ക് ഷിബില തിരികെയെത്തി. കുഞ്ഞുമായി. നോമ്പുകാലം കഴിഞ്ഞ് പ്രശ്നങ്ങൾ പരിഹരിക്കാമെന്ന പ്രതീക്ഷ ഇന്നലെ അവസാനിച്ചു. ഇന്നലെ നോമ്പ് തുറന്ന നേരത്താണ് കത്തിയുമായി യാസിറെത്തിയത്. മകളുടെ മുന്നിലിട്ട് ഷിബിലയെ കുത്തിയത്. താഴെ വീണിട്ടും പക തീരാതെ വീണ്ടും വീണ്ടും ആഞ്ഞു കുത്തി. നമസ്കാരം. കഴിഞ്ഞ ദിവസം താമരശ്ശേരിയിൽ മരണപ്പെട്ടു പോയ ഷിബില എന്ന പെൺകുട്ടിയുടെ വിവരം നമ്മളെല്ലാവരും അറിഞ്ഞു കാണുമല്ലോ. വളരെ വേദനാകരമായിട്ട് തോന്നിയ ഒരു വാർത്തയാണ്. 3 വയസ്സുള്ള ഒരു പെൺകുട്ടിയുടെ അമ്മയാണ് നഷ്ടപ്പെട്ടിരിക്കുന്നത്. യാസിർ എന്ന് പറഞ്ഞ ആള് കൊലപ്പെടുത്തുകയാണ് ചെയ്തത്. അവർ തമ്മിൽ കുറേ കാലമായിട്ട് സ്നേഹത്തിലായിരുന്നു. വീട്ടുകാര് ഈ യാസിർ എന്ന് പറഞ്ഞ പയ്യന് ലഹരിക്ക് അടിമയാണെന്ന് അറിഞ്ഞിട്ട് ഈ ഷിബിലേനെ ഒരുപാട് തവണ വിലക്കിയതാണ്. മോളെ, ഈ ബന്ധം നമുക്ക് ചേരുകയില്ല എന്ന് മാതാപിതാക്കൾ പറഞ്ഞതാണ്. ഈ പെൺകുട്ടിക്ക് ഒരു നിക്കാഹ് ഉറപ്പിക്കുകയും ചെയ്തു. ആ നിക്കാഹ് ഉറപ്പിച്ചതിന് ശേഷം ഈ യാസിറിന്റെ കൂട്ടത്തില് ഷിബില വീട്ടുകാരെ ധിക്കരിച്ച് ഇറങ്ങിപ്പോവുകയാണ് ചെയ്തത്. കുറച്ചു നാളൊക്കെ കുഴപ്പമില്ലാതെ പോയി. പിന്നീട് ഒരു കുട്ടിയൊക്കെ ആയപ്പോഴത്തേനും ഗർഭിണിയായിരുന്നപ്പോൾ സമയങ്ങളിൽ തൊട്ട് ഈ യാസിർ അവൻ സ്ഥിരമായിട്ട് മദ്യപിക്കുന്ന സ്വഭാവം ഉണ്ടായിരുന്നു. അതുപോലെ ഒരു ലഹരി റാക്കറ്റിലെ കണ്ണിയായിരുന്നു. അപ്പോൾ ഈ പെൺകുട്ടീനെ സ്ഥിരമായിട്ട് ഉപദ്രവിക്കുന്നുണ്ടായിരുന്നു. എന്ത് ചെയ്യാം, വീട്ടുകാരെ ധിക്കരിച്ച് ഇറങ്ങിപ്പോകുന്നത് കൊണ്ട് ആ പെൺകുട്ടിക്ക് വീട്ടുകാരുടെ അടുത്ത് പറയുന്നതിന് മടിയായിരുന്നു. കാരണം സ്വന്തം ഇഷ്ടത്തിന് പോകുന്നതാണ്. മാതാപിതാക്കൾ ഈ പെൺകുട്ടിക്ക് ചേർന്ന വിവാഹം ആലോചിച്ചതാണ്, നിക്കാഹ് വരെ ഉറപ്പിച്ചതാണ്, ഒരുപാട് തവണ വിലക്കിയതാണ് ഈ ബന്ധത്തിൽ നിന്ന് മാറണമെന്ന്. പക്ഷെ വീട്ടുകാരെ ഉപേക്ഷിച്ച് യാസിറിന്റെ കൂട്ടത്തില് യാസിറിനെ വിശ്വസിച്ച് ഷിബില ഇറങ്ങിപ്പോവുകയാണ്. വെറും 23 വയസ്സ് മാത്രമേ പ്രായമുള്ളൂ. 18 വയസ്സ് 19 വയസ്സൊക്കെ ആ പ്രായത്തിലായിരിക്കാം ഇറങ്ങിപ്പോയേക്കുന്നത്. ഒട്ടും പക്വതയില്ലാത്ത സമയം. പ്രേമത്തിന് കണ്ണില്ല മൂക്കില്ല എന്നൊക്കെ പറയുന്ന പോലെ തന്നെ ആ സമയത്ത് യാസിറിന്റെ വാക്കുകളും യാസിറാണ് തൻ്റെ മാതാപിതാക്കളെക്കാളും വലുത്, തന്നെ അതുപോലെ സംരക്ഷിക്കും എന്നൊക്കെയുള്ള ആ ഒരു ഉറപ്പിന്മേലായിരിക്കാം ആ പെൺകുട്ടി ഇറങ്ങിപ്പോയത്. എന്തായാലും ആ പെൺകുട്ടി ഇറങ്ങി വീട്ടുകാരെ ധിക്കരിച്ച് ഇറങ്ങിപ്പോയത് വലിയൊരു ആപത്തിലേക്കാണ്, ജീവിതത്തിലേക്കാണ് ആ പെൺകുട്ടിയെ അപകടകരമായ ഒരു ജീവിതത്തിലേക്കാണ് പോയേക്കുന്നത്. അതുകൊണ്ട് പെൺകുട്ടിക്ക് എന്ത് സംഭവിച്ചാലും പെൺകുട്ടി മിണ്ടാതിരുന്നു. ലാസ്റ്റ് ഉപദ്രവം സഹിക്ക വയ്യാതായപ്പം വീട്ടിലേക്ക് ഇറങ്ങിപ്പോയി. അപ്പോഴും തൻ്റെ മാതാപിതാക്കൾ തൻ്റെ മകളെ ചേർത്ത് പിടിച്ചു. ഈ ബന്ധത്തിൽ നിന്ന് നമുക്ക് ഒഴിവാകാം എന്ന് പറഞ്ഞുകൊണ്ട് അവർ താക്കീത് കൊടുത്തു. പോലീസ് സ്റ്റേഷനിൽ കംപ്ലൈൻറ്റ് ചെയ്തു, കേസൊക്കെ കൊടുത്തു. അപ്പം പോലീസ് പറഞ്ഞു 1 മാസത്തേക്ക് വിലക്ക് ഏർപ്പെടുത്തും. ഇപ്പം നോമ്പ് സമയമാണ്, അതുകൊണ്ട് 1 മാസം കഴിയട്ടെ, നമുക്ക് പിന്നെ പറയാമെന്ന് വീട്ടുകാർ പറഞ്ഞു. അതുവരെ നീ കാണാനോ യാതൊരു ബന്ധത്തിലോ ഏർപ്പെടാനോ പറ്റില്ല എന്ന് പറഞ്ഞു. ഇവൻ കുറേ ആൾക്കാരെയൊക്കെ വിളിച്ച് ഇവന് വേണ്ടിയിട്ട് വക്കാലത്ത് പിടിക്കാൻ വേണ്ടിയിട്ടൊക്കെ ആൾക്കാർ വന്നു. ആളുകൾ പറയുന്നത് ഇവൻ ലഹരിക്ക് അടിമയാണ്. പക്ഷെ ഇവനോട് പറഞ്ഞു കഴിയുമ്പോൾ ഇവനെ ഒന്നും കേൾക്കുന്നില്ല. ഈ 3 വയസ്സുള്ള ഒരു മകളുണ്ട്. ആ മകളുടെ ബർത്ത്ഡേ ഈ പെൺകുട്ടിയുടെ വീട്ടിൽ ആഘോഷിച്ചു. അതിന് ഭയങ്കര യാസിറിന് ഭയങ്കര കലിയായിരുന്നു. അവൻ ആ കലിക്ക് ഷിബിലയുടെ ഡ്രസ്സുകളെല്ലാം കൂട്ടിയിട്ട് കത്തിച്ച് അത് സ്റ്റാറ്റസ് ഇട്ടു. അത് ആളുകളെല്ലാം കാണുകയുണ്ടായി. അപ്പോൾ അത്രയ്ക്കും കലിയായിരുന്നു അവന്. കലി അടങ്ങാൻ പറ്റത്തില്ല. അന്ന് ഈ പെൺകുട്ടിക്ക് പേടിയായിരുന്നു. ഇവൻ്റെ കയ്യിൽ എപ്പോഴും കത്തിയുണ്ട്, കത്തി കൊണ്ടാണ് നടക്കുന്നത്. ഒരിക്കൽ എവിടെയോ ടൂറ് പോയപ്പോൾ എങ്ങനെയാണ് മരണത്തിൻ്റെ മുന്നിൽ നിന്ന് ഞാൻ രക്ഷപ്പെട്ടതെന്ന് അറിയത്തില്ല. അത്രയും ഇതിലാണ്, വീട്ടിലേക്ക് തിരിച്ചു വരുമെന്ന് പോലും തോന്നിയില്ല. ആ രീതിയിലാണ് ഇവന് വണ്ടി ഡ്രൈവ് ചെയ്ത് തന്നെ വീട്ടിലാക്കിയതെന്നൊക്കെ പറയുന്നുണ്ട്. കാരണം അത്രയും ലഹരിക്ക് അടിമയാണ്. പിന്നെ ഒരു തരത്തിലാണ് ഈ പെൺകുട്ടിയെ ആ വീട്ടിൽ ജീവിച്ചു. ഒരുപാട് മാനസികമായിട്ടും ശാരീരികമായിട്ടുള്ള പീഡനങ്ങൾ അനുഭവിക്കേണ്ടി വന്നു. പക്ഷെ ഈ യാസിറിന്റെ ഉമ്മയോട് ഇന്റർവ്യൂകളിലെല്ലാം ചോദിക്കുമ്പോൾ ഒരു കുഴപ്പവും ഇല്ല, പൊറോട്ടയും ഇറച്ചിയൊക്കെ മേടിച്ചു കൊടുക്കാറുണ്ടായിരുന്നു. അവർ തമ്മിൽ ഒരു കുഴപ്പമില്ല.
ഈ ഷിബിലയുടെ വാപ്പയാണ് ഇതിനെല്ലാം കാരണം. വാപ്പ പിടിച്ചു വെച്ചു, അവന് ഷിബിലയെ കൂടാതെ ജീവിക്കാനാവില്ല, അങ്ങനെയൊക്കെ ഓരോ കാരണങ്ങൾ പറഞ്ഞുകൊണ്ട് ഈ ഉമ്മായെ ഈ യാസിറിനെ സപ്പോർട്ട് ചെയ്യുകയാണ് ചെയ്യുന്നത്. എങ്ങനെയും യാസിറിനെ രക്ഷപ്പെടുത്തണമെന്ന്. ഇതുപോലുള്ള മാതാപിതാക്കൾ കാരണമാണ് മക്കൾ ഇതുപോലുള്ള ഇങ്ങനെയൊക്കെയുള്ള സ്വഭാവത്തിനും ഇതുപോലുള്ള ലഹരിക്കുമൊക്കെ അടിമയായി പോകുന്നത്. അപ്പോൾ നമ്മൾ കഴിഞ്ഞ ദിവസം കണ്ടതാണ് വെഞ്ഞാറമൂട് കൊലക്കേസിലെ പ്രതി അഫാൻ്റെ ഉമ്മയും ഇതുപോലെയാണ്. എന്ത് പറ്റിയെന്ന്, എങ്ങനെയാണ് ഈ പരിക്ക് പറ്റിയതെന്ന് ചോദിക്കുമ്പോഴും അഫാൻ്റെ ഉമ്മ പറയുന്നത് തനിക്ക് കട്ടിലയിൽ നിന്ന് വീണപ്പോൾ പരിക്ക് പറ്റിയതാണ്. ഇത്ര ആഴത്തിലുള്ള മുറിവ് എങ്ങനെ ഉണ്ടായി എന്ന് ചോദിക്കുമ്പോഴും ഈ ഉമ്മ പറയുന്നത് ഞാൻ എണീറ്റ് കഴിഞ്ഞപ്പോൾ വീണ്ടും വേച്ചു പോയി വീണു, അപ്പോൾ വീണ്ടും മുറിവ് വന്നു, അങ്ങനെ ഉണ്ടായ മുറിവാണ്, അല്ലാതെ മകൻ അടിച്ചതായിട്ട് ഒന്നും പറയുന്നില്ല. ലാസ്റ്റ് എല്ലാവരും പറഞ്ഞ് ഇനി അവനൊരു രക്ഷയില്ലെന്ന് കണ്ടു കഴിഞ്ഞപ്പോഴാണ് ഉമ്മ സത്യം പറയുന്നത്. തന്നെ ഷാളിട്ട് കഴുത്തി കുരുക്കിയെന്നും പുറകിൽ നിന്ന് അടിച്ചു പരിക്കേൽപ്പിച്ചെന്നും ഒക്കെയുള്ള കാര്യങ്ങൾ ഉമ്മ ഇപ്പോഴാണ് പറയുന്നത്. അന്നേരം ഇതുപോലുള്ള മാതാപിതാക്കളാണ് മക്കൾക്ക് വളം വെച്ചു കൊടുക്കേണ്ടത്. ഞാൻ കഴിഞ്ഞ ദിവസം കണ്ട ഒരു വാർത്തയായിരുന്നു, നമ്മുടെ കേരളത്തിൽ അല്ലെന്നാ തോന്നുന്നത്, മകൻ ലഹരിക്ക് അടിമയായപ്പോൾ അമ്മ അടിക്കുന്നത്, മകനെ ഇങ്ങനത്തെ ഒരു ഇതിച്ചെന്ന് കേട്ടപ്പോൾ അമ്മ തന്നെ സ്വയം ശിക്ഷിക്കുന്നത്. അങ്ങനെയുള്ള മാതാപിതാക്കൾ ഉണ്ടെങ്കിൽ മാത്രമേ നമ്മൾ നൊന്ത് പ്രസവിച്ചു എന്നൊക്കെയുള്ള കണക്കുകൾ ചില പറയുന്ന അമ്മമാരുണ്ട്. നമ്മൾ അത് നൊന്ത് പ്രസവിച്ചെങ്കിൽ നമ്മൾ ചെലവിനും കൊടുക്കുന്നുണ്ടെങ്കിൽ മക്കളെ ശിക്ഷിക്കാനുള്ള അധികാരവും അവകാശവും എല്ലാം മാതാപിതാക്കൾക്കാണുള്ളത്. പുറത്തു നിന്നുള്ള ഒരാൾ ശിക്ഷിക്കുന്നതിനേക്കാളും കൂടുതൽ നമ്മുടെ മക്കളുടെ ദേഹത്ത് മറ്റൊരാൾ കൈ വെക്കാതിരിക്കണമെങ്കിൽ മാതാപിതാക്കൾ തന്നെ മക്കൾ തെറ്റ് ചെയ്യുമ്പം ശിക്ഷ കൊടുക്കണം. അങ്ങനെ ഉണ്ടെങ്കിൽ മാത്രമേ മക്കൾ നല്ല രീതിയിൽ വളരുകയുള്ളൂ. അല്ലാതെ ഒരു പ്രായവും കഴിഞ്ഞ് ഒരു പരിധിയും കഴിഞ്ഞ് എല്ലാ കാര്യങ്ങളും അതിര് വിട്ട് കഴിയുമ്പം പറഞ്ഞിട്ട് യാതൊരു കാര്യമില്ല. പിന്നെ അവർ കൈവിട്ട് പോയി, പിന്നെ നമ്മൾ പറഞ്ഞാലൊന്നും കേൾക്കില്ല, പറഞ്ഞു കഴിഞ്ഞാൽ അത് പിന്നെ അക്രമത്തിലേ അവസാനിക്കുകയുള്ളൂ. അങ്ങനെയുള്ള ഇതാണ് ഇപ്പോൾ ഈ യാസിറിൻ്റെ കാര്യത്തിലും അതുപോലെ തന്നെ അഫ്സലിൻ്റെ കാര്യത്തിലും ഒക്കെ നമ്മൾ അഫ്സലല്ല അഫാൻ്റെ കാര്യത്തിലും ഒക്കെ കേൾക്കുന്നത്. കാരണം ഇവർക്ക് വാണിംഗ് കൊടുക്കാനും ശിക്ഷ കൊടുക്കാനും ഒന്നും മാതാപിതാക്കൾ തുനിഞ്ഞില്ല. അവർക്ക് സപ്പോർട്ട് ഇപ്പോഴും കൊലപാതകം ചെയ്താലെന്താ, ഒരു കുഴപ്പവും ഇല്ല, മകനെ ഇപ്പോഴും രക്ഷിക്കണം എന്നുള്ളതാണ്. മരണപ്പെട്ടു പോയ കുട്ടിയുടെ മാതാപിതാക്കൾ എന്തുമാത്രം വിഷമിക്കുന്നുണ്ടെന്നുള്ള അവസ്ഥയൊന്നും ഈ മാതാപിതാക്കൾ, കുറ്റം ചെയ്ത മകൻ്റെ മാതാപിതാക്കൾ മാതാവിന് ഓർക്കുന്നില്ല. പക്ഷെ അഫാൻ്റെ ഉപ്പായെ കുറിച്ച് നോക്കുമ്പോൾ നമുക്ക് സങ്കടമുണ്ട്. അദ്ദേഹം ഒരുപാട് കഷ്ടപ്പെട്ട് പൈസയൊക്കെ അയച്ചു കൊടുത്തത് ഇവർ ദൂർത്തടിച്ചു. അദ്ദേഹത്തിന് ഇപ്പോഴും മകനെ കാണണമെന്നില്ല. പക്ഷെ ഉമ്മ പറയുന്നതാണ് ഇങ്ങനെ. ഞാനിപ്പോൾ ഇത് പറയാനുള്ളത് ഇത് രണ്ടും തമ്മിൽ കണക്ട് ചെയ്യുന്ന ഒരു കാര്യം കൊണ്ടാണ് അമ്മമാരുടെ കാര്യത്തിൽ. അപ്പോൾ ഈ രണ്ടുപേരും ലഹരിക്ക് അടിമകളാണ്. ഇവിടെയെല്ലാം മാതാവ് സപ്പോർട്ട് നിൽക്കുന്ന ഒരു കേസാണ്. ഈ ഷിബിലയുടെ സംഭവത്തിലും അങ്ങനെ തന്നെ. അതുപോലെ തന്നെ ഈ താമരശ്ശേരി പോലീസ് സ്റ്റേഷൻ്റെ ഭാഗത്തു നിന്ന് ഒരു വലിയ വീഴ്ച ഉണ്ടായിട്ടുണ്ട്. ഇവർ പരാതിപ്പെട്ട് കഴിഞ്ഞപ്പം തുടർന്ന് ഉടനെ നടപടികൾ, ഇങ്ങനെ പീഡനം ഉണ്ടെന്നറിഞ്ഞിട്ട് അന്നേരം അന്വേഷണം നടന്നില്ല. ഒരു പോലീസ് ഉദ്യോഗസ്ഥനെയെങ്കിലും ഇതിലേക്ക് അന്വേഷിക്കണം. അവർ പറയുന്നത് കഴിഞ്ഞ ദിവസം മരണപ്പെട്ടു പോയ ഷഹബാസ് എന്ന പയ്യൻ്റെ ആ കേസുമായിട്ട് മുമ്പോട്ട് പോകുന്നതുകൊണ്ട് തിരക്കായിരുന്നു എന്നാണ്. പക്ഷേ എത്രയോ ഉദ്യോഗസ്ഥന്മാരുണ്ട്, അതിൽ ഒരാളെ അന്വേഷിക്കാൻ വിട്ടിരുന്നെങ്കിൽ ചിലപ്പോൾ ഇന്നിപ്പം ഈ പെൺകുട്ടി ജീവനോടെ കണ്ടേനെ. ഇങ്ങനെ ഒരു അക്രമത്തിന് ഇടയായി മരണം സംഭവിക്കുകയില്ലായിരുന്നു. അപ്പോൾ അവനെ എന്ത് തോന്നിയാസം ചെയ്യാവുന്നുള്ള രീതിയിലാണ്. ആദ്യമേ ഈ പെൺകുട്ടിയുടെ വീട്ടുകാർക്ക് ഈ കുട്ടിക്ക് തന്നെ സ്വയം തോന്നി ഇനിയിപ്പം ജീവിതം ഇവൻ്റെ കൂടത്തിൽ ശരിയാകുകയില്ല, അതുകൊണ്ട് സ്വയം ഒരു തൊഴിൽ കണ്ടെത്തി മകളെ വളർത്തണം. അതിനു വേണ്ടിയിട്ട് ഇവനെല്ലാം ഡ്രസ്സുകളും കത്തിച്ച് കളഞ്ഞപ്പം തൻ്റെ സർട്ടിഫിക്കറ്റുകളെല്ലാം നശിപ്പിച്ച് കളയുമെന്ന് ഓർത്തുകൊണ്ട് അത് വീട്ടിൽ തിരിച്ചു കൊണ്ടുവന്ന് ഏൽപ്പിക്കണമെന്ന് പറഞ്ഞു. അതിനെ തുടർന്ന് ആദ്യമേ സമ്മതിച്ചില്ലെങ്കിലും അവനത് കൊണ്ടുവന്നു കൊടുത്തപ്പം എന്തോ ഉപ്പയൊക്കെ ആയിട്ട് എന്തോ വാക്ക് തർക്കങ്ങൾ ഉണ്ടായി കാണും. അതിനുശേഷം അവന് കലി കയറി വീട്ടിൽ തിരിച്ചു വന്ന് കത്തിയുമായിട്ട് വന്ന് സന്ധ്യ ഒരു 7 മണി 7:30 സമയത്തെന്നാണ് പറയുന്നത്. ആ സമയത്ത് വീട്ടിൽ കയറി ആക്രമിച്ചു. ആദ്യമേ ഷിബിലയാണ് പുറത്തിറങ്ങി വന്നത്. ഷിബിലയ്ക്കിട്ട് 10-11 കുത്തുകൾ കൊടുത്തു. അപ്പോൾ അച്ഛനും അമ്മയും ഷിബിലയെ രക്ഷിക്കാൻ വേണ്ടിയിട്ട് വന്നപ്പോൾ അവർക്കും കുത്തേക്കേണ്ടി വന്നു. അങ്ങനെ ഒരു അവസ്ഥയാണ് വന്നേക്കുന്നത്. അപ്പോൾ ഈ ഷിബിലയുടെ ഭർത്താവ് എന്ന് പറഞ്ഞാൽ ഈ യാസിർ വളരെ ലഹരിക്ക് അടിമയാണ്. കഴിഞ്ഞ ദിവസം ഒരു മാതാവിനെ ഒരു മാസം മുമ്പ് മാതാവിനെ കൊന്ന ഒരു ആളുടെ
വീഡിയോ നമ്മൾ കണ്ടതാണ്. പോലീസ് പിടിച്ചുകൊണ്ട് പോകുമ്പം ഫ്ലൈയിങ് കിസ് കൊടുക്കുന്ന, ജീപ്പിലിരുന്ന് ഫ്ലൈയിങ് കിസ് കൊടുക്കുന്ന ആ വ്യക്തി, അതിൻ്റെ പേര് ശരിക്കും എനിക്ക് ഓർമ്മയില്ല. ആ ആ ആളും ഈ ഷിബിലയുടെ ഭർത്താവായ യാസറും ഒരു ഫോട്ടോയിൽ ഒന്നിച്ച് ഇരിക്കുന്ന ഫോട്ടോയുണ്ട്. അപ്പോൾ ഇവർ രണ്ടും തമ്മിൽ വളരെ കണക്ഷനുള്ള വ്യക്തികളാണ്. രണ്ടും ലഹരിക്കടിമകളാണ്. അന്നേരം ഇവർ രണ്ടുപേരും ഒരേ റാക്കറ്റിൽപ്പെട്ട ആളുകളാണെന്നാണ് സംശയം. കാരണം അല്ലെങ്കിൽ അങ്ങനെയുള്ള ആളുകളാണല്ലോ അങ്ങനെയുള്ള ആളുകളുമായിട്ട് കണക്ഷൻ ആകുന്നത്. അപ്പം രണ്ടുപേരും ഒരുപോലെ കൊലപാതകം നടത്തിയിരിക്കുന്നു. ലഹരിക്കടിമകളുമാണ് രണ്ടുപേരും. അപ്പം എന്തോ ഒരു വലിയൊരു റാക്കറ്റ് ആ ചുറ്റുവട്ടത്ത് കേന്ദ്രീകരിച്ച് ഉണ്ട്. ഒരു സമീപവാസി പറയുന്നുണ്ട്, വൈകുന്നേര സമയങ്ങളിൽ 15 വയസ്സിന് മുകളിലോട്ടുള്ള കുട്ടികൾ ഇന്ന സ്ഥലങ്ങളിൽ വന്നിരിക്കുന്നുണ്ട്. ഇതെല്ലാം ലഹരി ഉപയോഗിക്കുന്ന ആളുകളാണെന്ന് ഒരാൾ പറയുന്നുണ്ട്. ഒരു വീഡിയോയ്ക്കകത്ത് പറയുന്നുണ്ട്, സമീപവാസിയാണ് പറയുന്നത്. അദ്ദേഹം ഒത്തുതീർപ്പിനും കാര്യങ്ങൾക്കും ഒക്കെ പോയി. ലാസ്റ്റ് അദ്ദേഹം അടുത്തിട്ട് പറഞ്ഞു, ഇനി എൻ്റെ കൈ വിട്ടുപോയി, എനിക്കിനി ഇതിൽ ഒന്നും ഇടപെടാൻ പറ്റിയില്ല. കാരണം അത്ര ഇതാണ്, ഇടപെട്ടിട്ട് കാര്യമില്ല. കാരണം അവൻ്റെ സ്വഭാവം മോശമാണെന്ന് എല്ലാവർക്കും മനസ്സിലായി. അത്രയും ലഹരിക്ക് അഡിക്റ്റ് ആയിട്ടുള്ള ഒരു വ്യക്തിയാണ്. ഇനിയിപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് ബന്ധത്തിൽ പിന്നെ അവരെ തിരിച്ചു കൊണ്ടുവന്നു കഴിഞ്ഞാൽ ഈ പെൺകുട്ടിയുടെ ജീവിതം നരകമാവുക തന്നെ സാധിക്കുകയുള്ളൂ എന്ന് അദ്ദേഹത്തിന് മനസ്സിലായി. അതുകൊണ്ടാണ് പറഞ്ഞത്. അപ്പം ഈ പെൺകുട്ടിയുടെ വാർത്ത കേൾക്കുമ്പം വളരെ വിഷമം തോന്നുന്നു. ഒരു 3 വയസ്സുള്ള പെൺകുഞ്ഞിൻ്റെ മുമ്പിൽ വെച്ചാണ് ഉമ്മയെ കൊലപ്പെടുത്തിയത്. ഇപ്പോഴും ആ കുഞ്ഞ് ഉമ്മ എന്തിയെന്ന് ഉമ്മയുടെ അടുത്ത് പോകണമെന്നും പറഞ്ഞ് കരയുന്നുണ്ടെന്ന് അനിയത്തി പറയുന്നുണ്ട്. ഇത്രയും നമുക്ക് അത് വേദന, ഒന്നും അറിയത്തില്ലാത്ത ആ പാവം കുഞ്ഞ്, ആ കുഞ്ഞിൻ്റെ കൺമുൻപിൽ വെച്ചാണ് സ്വന്തം ഉമ്മയെ. അതിന് തിരിച്ചറിവൊക്കെ ഏകദേശമൊക്കെ ആയി വരുന്ന പ്രായമാണ്. അപ്പോൾ ഒരിക്കലും അതിൻ്റെ ജീവിതത്തിൽ മറക്കാൻ പറ്റത്തില്ലാത്ത ഒരു പിന്നെ വേദനാകരമായിട്ടുള്ള ഒരു ഓർമ്മയായിട്ടായിരിക്കും എന്നും നിലനിൽക്കുന്നത്. എൻ്റെ ഉപ്പ ഉമ്മേനെ ഇങ്ങനെ ഇതുപോലെ കൊലപ്പെടുത്തി, തൻ്റെ മുമ്പിൽ വെച്ച് കൺമുമ്പിൽ കൊലപ്പെടുത്തിയ ആ ഒരു സീന് ഒരിക്കലും ജീവിതത്തിൽ നിന്ന് മറക്കാൻ പറ്റത്തില്ലാത്ത വിഷമകരമായ ഒരു സംഭവം തന്നെയാണ്. നമുക്കത് ഓർക്കുമ്പോൾ ഒരുപാട് വിഷമമുണ്ട് ആ കുഞ്ഞിൻ്റെ അവസ്ഥ ഓർത്ത് കഴിയുമ്പോൾ. ഇപ്പോൾ ഇതുപോലുള്ള മക്കളെ വളർത്തിയെടുക്കുന്ന മാതാപിതാക്കൾ സമൂഹത്തിന് വളരെയധികം ദോഷം ചെല്ലുന്ന മക്കളെയാണ്, നാടിനും നമ്മുടെ വീടിനും എല്ലാം ദോഷം വിതയ്ക്കുന്ന മക്കളെ ആണ് ഇവരിങ്ങനെ ആക്കി തീർക്കുന്നത്. കാരണം ഈ മാതാവ് ഇപ്പോഴും അങ്ങനെ സപ്പോർട്ട് ചെയ്യുകയാണ്. അല്ലാതെ ആ മകൻ്റെ ഭാഗത്തു നിന്ന് ഒരു തെറ്റും പറയുന്നതായിട്ട് കാണുന്നില്ല. മക്കൾ എന്ത് തെറ്റ് ചെയ്താലും അതിന് സപ്പോർട്ട് ചെയ്യുന്ന ഇതുപോലുള്ള തള്ളമാരുണ്ടെങ്കിൽ മക്കളുടെ ഗതി ഇങ്ങനെ തന്നെയാണ്. പക്ഷേ ഒന്നും അറിയത്തില്ലാത്ത വേറൊരു കുടുംബത്തിൽ നിന്ന് വരുന്ന ആ പെൺകുട്ടിയുടെ ജീവിതം കൂടെയാണ് നശിപ്പിച്ചേക്കുന്നത്. അതുപോലെ ആ മാതാപിതാക്കളുടെ കണ്ണീര്, സ്വന്തം മകൾക്കാണ് വരുന്നതെങ്കിൽ ഇങ്ങനൊരവസ്ഥ വരുന്നതെങ്കിൽ അവർ മരുമകനെ കുറ്റം പറയും. പക്ഷേ ഇത് മരുമകൾക്ക് വന്നതുകൊണ്ട് എനിക്ക് ഇവിടെ അങ്ങനെയാണ് തോന്നിയത്. മകനെ സപ്പോർട്ട് ഇപ്പോഴും ചെയ്യുകയാണ് അവർ. അങ്ങനെയാണ് സംഭവിച്ചിരിക്കുന്നത്. പക്ഷെ ഇതിൻ്റെ മുമ്പിൽ മകനെന്നോ അങ്ങനെ ഒരു ബന്ധത്തിനും ഒരു ഇത് കൊടുക്കേണ്ട കാര്യമില്ല. തെറ്റെവിടെ കണ്ടോ അത് അവിടെ പ്രതികരിക്കേണ്ടതാണ്. മാതാവെന്ന രീതിയിൽ അവർക്ക് നേരത്തെ അവർക്ക് താക്കീത് കൊടുക്കായിരുന്നു. അവരുടെ കൺമുമ്പിൽ വെച്ചാണ് ഈ പെൺകുട്ടി പലതവണ പീഡനത്തിന് ഇരയായത്. അപ്പോൾ വീട്ടുകാരെ വിളിച്ച് നേരത്തെ പറഞ്ഞ് ഈ പെൺകുട്ടീനെ സേഫായിട്ട് കാര്യങ്ങൾ നീക്കേണ്ടതായിരുന്നു. അതിന് പകരം മാതാവ് മിണ്ടാതിരുന്നു. ഇവരുടെയും കൂടെ ഒരു പങ്കുണ്ടോ എന്നൊരു സംശയമുണ്ട്. കാരണം ഒരുപാട് പീഡനം ഈ പെൺകുട്ടിക്ക് ഇവരിൽ നിന്നും അനുഭവപ്പെട്ടിട്ടുണ്ട്. കാരണം ഈ പെൺകുട്ടി മരണപ്പെട്ടിട്ട് പോയിട്ട് പോലും ഇവരിപ്പോഴും ആ കുറ്റം മുഴുവൻ ഈ പെൺകുട്ടിയുടെ വാപ്പ പ്രലോഭിച്ചുകൊണ്ട് വഴക്ക് പറഞ്ഞതുകൊണ്ടാണ് അവൻ അത്രയും ഇത് തോന്നിയത്. അങ്ങനെയാണ് അവർ പറയുന്നത്. അല്ലാതെ മകൻ്റെ തെറ്റിനെ ഒരിക്കലും പറയുന്നില്ല. അത് മറച്ചു വെച്ചിട്ട് തെറ്റുകൾ മുഴുവൻ ഈ പെൺകുട്ടിയുടെ വീട്ടുകാരുടെ ഭാഗത്തേക്ക് ആക്കി വെക്കുന്ന ഈ തള്ളയനെ ഒരിക്കലും ന്യായീകരിക്കാൻ പറ്റുന്ന ഒരു കാര്യമല്ല. നിങ്ങൾക്ക് ഇതിനെക്കുറിച്ചുള്ള അഭിപ്രായം എന്താണെന്ന് വെച്ചാൽ കമൻ്റായിട്ട് അറിയിക്കുക. ഞാൻ എൻ്റെ അഭിപ്രായം പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ. എനിക്ക് തോന്നിയ കാര്യമാണ്. എനിക്കിവരെ ഈ തള്ളേനെ ഒട്ടും സപ്പോർട്ട് ചെയ്യാൻ തോന്നിയില്ല. ഈ അഫാൻ്റെ ഉമ്മയുടെ കാര്യത്തിലും ഞാൻ ഇതുപോലെ പ്രതികരിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെയാണ് എനിക്ക് തോന്നിയിരിക്കുന്നത്. സ്വന്തം പെമ്മക്കൾക്കായിരുന്നു വരുന്നതെങ്കിൽ ഇത് അമ്മായിമ്മ ഈ തള്ള അമ്മായിമ്മ ആയതുകൊണ്ട് മരുമകൾക്ക് പറ്റിയത് കൊണ്ടാണ് ഇവർ മിണ്ടാതിരിക്കുന്നത്. അവർക്ക് ഒരു കാര്യവും ആ ഷിബിലയെക്കുറിച്ച് ന്യായീകരിച്ച് പറയുന്നില്ല. പക്ഷേ സ്വന്തം മകൾക്കായിരുന്നെങ്കിൽ അവർ ഈ സ്ഥാനത്ത് അവരിപ്പോൾ എന്ത് ചെയ്യുമായിരുന്നു? ഇതുപോലെ ആ പെൺകുട്ടിയുടെ മാതാപിതാക്കൾ അനുഭവിക്കുന്ന വിഷമം എന്തേരെയായിരുന്നെന്ന് അത് ചിന്തിക്കുന്ന കാര്യമേ ഇല്ല. അപ്പോൾ നിങ്ങളുടെ അഭിപ്രായം കമൻ്റായിട്ട് അറിയിക്കുക.